ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് അതിഭയങ്കരമായ അനുഗ്രഹമാണ്. ഏത് വില്ലന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്ര വലിയ ശത്രുക്കളായിരുന്നാലും ആ ശത്രുക്കളെല്ലാം തന്നെയും ഖുർആന്റെ ഒരു വാചകം അല്ലെങ്കിൽ ചെറിയ ഒരു സൂറത്ത് കേൾക്കുമ്പോഴേക്ക് മനസ്സ് മാറിയിരുന്നു. ലബീദ് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു ആ കാലത്ത്. മുഅല്ലഖ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത ഉണ്ടായിരുന്നു. അതിൽ അശ്ലീലങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ഈ അശ്ലീലങ്ങൾ പാടിയിരുന്ന ലബീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കൗസർ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് പറയുന്ന ആ ചെറിയ സൂറത്ത് ഇറങ്ങിയപ്പോൾ അത് എഴുതി കഅബയിൽ തൂക്കുകയുണ്ടായി. പക്ഷേ മുശ്രിക്കുകൾക്ക് അത് പിടിച്ചില്ല. കാരണം മീമ് എന്ന് പറയുന്ന അക്ഷരമില്ലാത്ത ഒരു വാചകം അവർക്ക് പറ്റൂല. മീമ് എന്ന് പറയുന്ന അക്ഷരം ആ സൂറത്തിലില്ല. അതുകൊണ്ട് അവർ ഭയങ്കരമായി അധിക്ഷേപിക്കുകയും അതിന് തക്കതായ ഒരു മറുപടി എഴുതി തൂക്കണമെന്ന് പറയുകയും അതിനു വേണ്ടി ലബീദിനെയാണ് അവർ തെരഞ്ഞെടുത്തത്. വലിയ കവിയായിരുന്നു ലബീദ്. ലബീദിനെ അവർ കൊണ്ടുവന്നു. ഏകദേശം 90ഓളം വയസ്സായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു, വലഖദ് സയിംതു മിനൽ ഹയാതി വതൂലിഹാ വസുആലി ഹാദൻ നാസി കൈഫ ലബീദു. വലഖദ് സയിംതു മിനൽ ഹയാതി വതൂലി, എന്റെ ജീവിതത്തിന്റെ ദൈർഘ്യം കൊണ്ട് തന്നെ ഞാൻ മടുത്തു പോയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും ചോദിക്കും, എന്താ ലബീദിന്റെ സ്ഥിതി? അതെല്ലാം കേട്ട് ഞാൻ മടുത്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ലബീദ് അവർ കൊണ്ടുവരികയും ലബീദ് ഈ സൂറത്ത് ഇങ്ങനെ പിന്നെയും വായിക്കുക അങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. അവര് എല്ലാവരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു, എന്തായാലും മറുപടി എഴുതേ, അതിനാണ് നിന്നെ കൊണ്ടുവന്നത്, നീ അത് വായിച്ചുകൊണ്ടിരിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ അദ്ദേഹം അതിന് എതിരായി മറുപടി പറയുക? അതോടുകൂടി അദ്ദേഹം വിശ്വസിക്കുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹി ലം യഗ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാലാ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്നതിന് മുമ്പേ ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്.